അപ്പോഴും തോന്നുന്നു നിങ്ങളുടെ പേഴ്സണൽ മാറ്റർ, നിങ്ങളുമായിട്ടുള്ള പ്രശ്നം എന്തിനു മൂന്നാമത് ഒരാളെ അതിന്റെ അകത്ത് കയറ്റുന്നു? ഇത് ഞാൻ ചേട്ടനോട് ചോദിച്ചതാണ്. അത് മോളെ എനിക്ക് തെറ്റു. ഇന്ന് പല കുടുംബങ്ങളിൽ സംഭവിക്കാൻ പോകുന്ന കാര്യം എന്ന് പറയുന്നത്, രണ്ടു പേർക്കിടയിലുള്ള പ്രശ്നം രണ്ടുപേര് തീർക്കണം. മൂന്നാമതൊരു വ്യക്തി, അത് പുരുഷനോ സ്ത്രീയോ ആയിക്കോട്ടെ, അവര് വരുമ്പോഴാണല്ലോ ഈ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. അതെ, ഇതിനകത്ത് ഇതാദ്യമേ എനിക്ക് ആ സ്വഭാവമില്ല. ഞാൻ പറഞ്ഞില്ല, നേരത്തെ പറഞ്ഞ ആ ഒരു ബിഗ് ബോസ് താരം സുചിത്ര നായരുടെ വിഷയം വന്നപ്പോ പിണങ്ങിയ സമയത്ത് ഞാൻ ആ ഒരു പ്രാവശ്യം എനിക്ക് ദേഷ്യം വന്ന് ഞാൻ വാട്സ്ആപ്പ് സ്റ്റാറ്റസിൽ കുറച്ച് സ്റ്റാറ്റസ് ഇട്ട് ദേഷ്യപ്പെട്ടുകൊണ്ട് തന്നെ ഇട്ട്, തെറി വിളിച്ചതല്ല. ദേഷ്യം വന്ന ഫേസ്ബുക്കിലൊക്കെ എഴുതുന്ന ഒരു വ്യക്തിയല്ലേ രോണു? പേഴ്സണൽ കാര്യങ്ങൾ പോയി ഫേസ്ബുക്കിൽ എഴുതത്തില്ലായിരുന്നു. വാട്സ്ആപ്പ് ആകുമ്പോൾ നമ്മൾ കുറച്ച് ഫ്രണ്ട്സ് മാത്രമേ ഉള്ളൂ. ഫേസ്ബുക്ക് പബ്ലിക് ആയിട്ടിരിക്കുകയല്ലേ. വാട്സപ്പ് ഇട്ട് ഇത് എനിക്കൊരു നെഗറ്റീവാണ്, അത് മുതലെടുത്തവരുണ്ട്. ആ 3-5 വർഷം മുമ്പ് നടന്നതാണ് ഇപ്പൊ ഈ വർഷത്തിൽ ചേട്ടൻ മരിച്ചപ്പം കഥയായിട്ടിരിക്കുന്നത്. രോണു അങ്ങനെ ഇട്ട് ഫേസ്ബുക്കിൽ ഞാൻ ഇടുന്നത്, എനിക്ക് ഇപ്പൊ ഞാൻ ലേറ്റസ്റ്റ് ഒരു ഇതിട്ടു. പറയൂ എന്താന്നുള്ളത് ഞാൻ കാണിച്ചു തരുമ്പോ ഞാൻ എനിക്ക് ഇത്രയും ബാധ്യതയുണ്ട്. അതുപോലെ തന്നെ പറഞ്ഞു. അതുപോലെ തന്നെ വായിച്ചേപ്പിക്കാം. ഞാൻ ഈ പോസ്റ്റ് ഇടുന്നതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ, എൻ്റെ അടുത്ത് മെസ്സഞ്ചറിലെ കുറച്ച് ഫ്രണ്ട്സ് ഒന്ന് ചോദിക്കും, വീട് പണി എന്തായി, അവർ സഹായിക്കാന്ന് പറഞ്ഞില്ലേ? അത് ആരാന്ന് ഞാൻ പിന്നെ പറയാം. സഹായിക്കാന്ന് പറഞ്ഞാൽ വീട് വെച്ച് തരാന്ന് പറഞ്ഞതല്ലേ. ഈ പിന്നത്തേനും വെക്കണ്ട പറഞ്ഞോ, പിന്നത്തേനൊക്കെ വെക്കുന്നത്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് സത്യം പറഞ്ഞാൽ ഞമ്മള് ചേട്ടൻ മരിക്കുന്നവരും നമ്മൾ അന്നം തന്നു കഴിച്ചോണ്ട്, ചേട്ടൻ നല്ല പണിയെടുത്ത് ആത്മാർത്ഥോടെ വർക്ക് ചെയ്ത കമ്പനിയാണ് രജപുത്ര. അപ്പൊ അവര് തന്ന ശമ്പളം കൊണ്ടാണ് നമ്മളെല്ലാം ജീവിച്ചത്, കഴിച്ചതും. ചേട്ടൻ മരിച്ചതിന് ശേഷം അവര് സാന്ത്വനത്തിന്റെ ലാസ്റ്റ് ഡേ പറഞ്ഞു, രഞ്ജിത്തേട്ടൻ തന്നെ പറഞ്ഞു, എനിക്ക് അന്ന് തന്നെ കോള് വന്നു, ആദ്യത്തെ വീട് പൂർത്തിയാക്കി കൊടുക്കണം, ആദ്യത്തിന്റെ കുഞ്ഞുങ്ങൾക്ക് പൂർത്തിയാക്കി കൊടുക്കണം, അതാണ് അടുത്ത പ്ലാൻ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഇത് കേട്ടപ്പോൾ 2-3 പേര് അവിടെ നിന്ന് പറഞ്ഞു ലൊക്കേഷനിൽ നിന്ന്. പിന്നെ ചിപ്പി ചേച്ചി എന്ന് പറയുമ്പോ എന്താ, ചിപ്പി ചേച്ചി എടുത്ത് ചോദിച്ചപ്പോ പറഞ്ഞു, രോണു അങ്ങനൊന്നും സംഭവം ഇല്ല രോണു, നമുക്ക് അറിയില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് ചിപ്പി ചേച്ചി ഹെൽപ്പ് ചെയ്തിട്ടില്ല എന്നല്ല, പക്ഷെ രോണു ഇത് പറയുമ്പോഴും കള്ളമാണ് രോണു. കാരണം ചിപ്പി ചേച്ചി സഹായിച്ചിട്ടില്ലേ? അതാണ്, ചിപ്പി ചേച്ചി സഹായിച്ചിട്ടില്ല എന്നല്ല. ചേട്ടൻ മരിച്ചതിന് ശേഷം ഞാൻ പിള്ളേർ ഫീസ് അടയ്ക്കാൻ കുറച്ച് ഒന്ന് വന്നപ്പോ ഞാൻ മറ്റേ പ്രൊഡക്ഷൻ കൺട്രോളർ സജീവ് പെരിങ്ങമല ചേട്ടനെ ഒന്ന് കോണ്ടാക്ട് ചെയ്തു. അത് എൻ്റെ ഹസ്ബൻഡിന്റെ ഒരു സഹോദരനെ പോലെയും നല്ലൊരു കൂട്ടുകാരനുമായിരുന്നു, എല്ലാം ഓപ്പൺ ആയിട്ട് പറയുന്നതായിരുന്നു. അപ്പം എനിക്ക് പുള്ളി നല്ല സപ്പോർട്ടായിരുന്നു. രോണു ഇങ്ങനെ ഞങ്ങള് എന്തെങ്കിലും പറയാം, വീടിന്റെ കാര്യം സംസാരിച്ച് നോക്കാന്നൊക്കെ പറഞ്ഞു. അത് ഞാൻ പറഞ്ഞ സജിയേട്ടാ, എനിക്കിപ്പം അത്യാവശ്യം എനിക്ക് ഫീസ് കൊടുക്കണം, എനിക്ക് എന്തെങ്കിലും ഒരു വഴി ഒപ്പിച്ചതാ. അപ്പൊ പറഞ്ഞ ചിപ്പി ചേച്ചിയോട് പറയട്ടെ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ ഞാൻ ഇപ്പം വിളിക്കാറില്ലല്ലോ ചേച്ചി, അങ്ങനെ അവരെ ബുദ്ധിമുട്ടിക്കണ്ട. ഇല്ല കുഴപ്പമില്ല രോണു, ഞാൻ സംസാരിക്കാന്ന് പറഞ്ഞു. സജി പെരിങ്ങമല പോയി ചോദിച്ചു. അങ്ങനെ ചിപ്പി ചേച്ചി എന്നെ കോണ്ടാക്ട് ചെയ്തു. കഴിഞ്ഞ വർഷം ഒരു 2 ടേം ഫീസ് തന്നു, കുട്ടികളെ സഹായിക്കുവാനുള്ള പഠിപ്പിക്കുവാനുള്ള. അതെ, ഫീസ് തന്നു. അപ്പൊ സഹായിക്കപ്പോ എൻ്റെ അടുത്ത് പറഞ്ഞു, പിള്ളേരുടെ പഠിത്തത്തിന്റെ കാര്യത്തിൽ ഒന്നും വിഷമിക്കണ്ട, അത് ഞാൻ ചെയ്തു തരാന്ന് പറഞ്ഞു. ഈ പ്രാവശ്യവും ഞാൻ ചോദിച്ചു, ബട്ട് റിപ്ലൈ ഒന്നുമില്ല. എന്നാലും ചെയ്ത് നല്ലൊരു മനസ്സല്ലേ രോണു? അവിടെ നമ്മൾ എപ്പോഴും ഇപ്പൊ ഓക്കെ, രോണു പറയുന്നത് ഞാനിപ്പം രോണുവിന്റെ മക്കളെ പഠിപ്പിക്കാം എന്നൊരു വാക്ക് തന്നു കഴിഞ്ഞാൽ ഞാനത് പഠിപ്പിക്കുക തന്നെ വേണം. അതാണ് ചിപ്പി എന്ന് പറയുന്ന ചെയ്തത്. പിന്നീട് ഈ ഒരു പൈസ നിന്നപ്പം, അല്ലെങ്കിൽ പൈസ വരുന്ന വരവ് നിന്നപ്പം രോണു ചോദിച്ചില്ല, ഒരിക്കലും അവര് മനസ്സറിഞ്ഞ് ചെയ്യേണ്ടതായിരുന്നോ? അതെ, പഠിക്കുന്ന കാര്യങ്ങൾ രോണു എന്ന് പറയുന്നത് നമ്മൾ പഠിപ്പിക്കാം എന്നുള്ള രീതിയിലാണ് സംസാരിച്ചത്. ഓക്കെ, അങ്ങനെ സ്നേഹത്തോടെ സംസാരിച്ച വ്യക്തി പിന്നീട് എന്തുകൊണ്ട് പൈസ തരാതിരുന്നു? അതിന്റെ ഇടയ്ക്ക് ആരെങ്കിലും കളിച്ചോ? കാരണം ചിപ്പിയെ പൂർണ്ണമായിട്ട് കുറ്റം പറയാൻ പറ്റുമോ? കാരണം ഞാൻ കുറ്റം പറയത്തില്ല. അതാ ഞാൻ ചോദിച്ചത്. ചിപ്പി ചേച്ചി എനിക്ക് അങ്ങനെ ഒരു പിണക്കവും ഇല്ല. ചേച്ചിക്ക് ഇനി എന്നോട് എന്തെങ്കിലും പിണക്കം ഉണ്ടോന്ന് എന്റെ അടുത്ത് എനിക്ക് അറിയില്ല, എന്നോട് ഒന്നും ചോദിച്ചിട്ടും ഇല്ല. എന്തായാലും ഞാനും ചേട്ടൻ തമ്മിലുള്ള പ്രശ്നം ഏറ്റവും കൂടുതൽ ഈ നേരത്തെ പറഞ്ഞ ലേഡിയുടെ വിഷയത്തിൽ ഏറ്റവും കൂടുതൽ ഇടപെട്ടതും ഇവര് തന്നെയാണ്. ഇടപെട്ടെന്ന് പറഞ്ഞാൽ ചേട്ടനുമായിട്ട് ഇടപെട്ടത്, ഞാനുമായിട്ട് ഡീലിങ്സ് ഒന്നുമില്ല. എന്നോട് വന്ന് ചോദിച്ചിട്ടുമില്ല രോണു എന്താ സംഭവം എന്നുള്ളത്. പക്ഷെ അവർക്കൊക്കെ അറിയുകയും ചെയ്യായിരുന്നു. അന്ന് രോണു പുറത്താ, അവരെല്ലാം ഒന്നായി. പിന്നീട് വരുന്നത് തൊട്ടതിന് പിടിച്ചതിനെല്ലാം രോണു ആണ് കുഴപ്പം, രോണുവാണ് പ്രശ്നക്കാരി. ഇവക്ക് ഭ്രാന്താന്ന് പറഞ്ഞ ആളുകളുണ്ടോ? എന്നെ ഭ്രാന്താശുപത്രി കൊണ്ടുപോയി, കൊണ്ടുപോയി ഡോക്ടറിന് പൈസ കൊടുത്ത് എനിക്ക് ഭ്രാന്താണ് മീൻസ് എന്താ പേഴ്സണാലിറ്റി, എനിക്ക് എക്സ്ട്രാ ദേഷ്യം കൂടുതൽ, എനിക്ക് അറിയത്തില്ല. ഞാൻ വിചാരിച്ചു ഇനി അതായിരിക്കും അവർക്ക് തൃപ്തി, ഇനി അതെന്റെ തലയിൽ ഇരുന്നോട്ടെ. അങ്ങനെ ചെയ്തു. മരിച്ച 3-ാം ദിവസമായപ്പം ചേട്ടന്റെ സഹോദരൻ ചേട്ടൻ ഇത് കഴിക്ക് എന്ന് പറഞ്ഞ ഗുളിക വരെ മേടിച്ചോണ്ട് വന്നു.
അങ്ങനെ കഴിച്ചാൽ ഇന്ന് എന്റെ വീട്ടിലെ പൊതിയിരിപ്പുണ്ട്. ഇതൊക്കെ പറഞ്ഞ അത്രയും ക്രൂരത ചെയ്യാൻ ഡോണു എന്തോ ജീവിതത്തിൽ ചെയ്തത്? ഒളിച്ചോടിയതാണോ, അല്ലെ സ്നേഹിച്ചതാണോ, എന്താണ്? ഡോണു തന്നെ ഇന്റർവ്യൂ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ഞാനും അത്ര നല്ലൊരാളല്ല, മീൻസ് എന്റെ ഭാഗത്തും തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും അത് പൊറുക്കാൻ ക്ഷമിക്കാനും പറ്റുന്ന തെറ്റുകളേ ഉള്ളൂ, അതിനപ്പുറത്തോട്ടൊന്നും ഇല്ല. ഇല്ല. അങ്ങനെ പ്രശ്നം വരുന്ന സമയത്ത് എത്രയോ പ്രശ്നം വരുമ്പോ ഓരോ പെണ്ണുങ്ങൾ ചെയ്യുന്നതൊക്കെ എനിക്കും കുറെ വൈറലാക്കാം. ഒന്നുമില്ല, സെലിബ്രിറ്റിയുടെ ഭാര്യയല്ലേ, ഞാൻ ആ മനുഷ്യനെ നാണം കെടുത്തിയിട്ടില്ല. അന്നൊരു ദിവസം സമയത്ത് ഞാൻ സ്റ്റാറ്റസ് ഇട്ടു എന്നുള്ളത് ശരിയാ, അത് വെച്ച് എന്നെ അളക്കരുത്. അത് വാട്സപ്പിലല്ലേ ഇട്ടത്? ആ വാട്സപ്പിലാണ് ഇട്ടത്. വാട്സപ്പിൽ ഇട്ടപ്പം എന്തിനാ ഈ സംഭവങ്ങളൊക്കെ ജയൻ ചേട്ടൻ അറിയാം. ജയൻ ചേട്ടൻ ഈ സംഭവത്തിൽ കോംപ്രമൈസ് ചെയ്യാൻ വന്നിട്ടുണ്ട്. ആദിത്യൻ ജയൻ ചേട്ടൻ കോംപ്രമൈസ് ചെയ്യുന്നത്. ജയൻ ചേട്ടൻ നല്ല, എനിക്ക് ഇപ്പോഴും ജയൻ ചേട്ടൻ തന്നെയാണ് ഒരു ആവശ്യം വന്ന് വിളിക്കാനുള്ള ഉള്ളത്. ചേട്ടന്റെ നല്ലതിനായാലും ചീത്തയ്ക്കായാലും സഹായത്തിനായാലും എല്ലാം ജയൻ ചേട്ടൻ എന്റെ ബ്രദറാണ്. എന്റെ ബ്രദർ ആവുന്നതിന് മുമ്പ് അവരെ പരിചയം എന്ന് പറഞ്ഞാൽ ചേട്ടൻ സിനിമയുടെ അസോസിയേറ്റ് ഡയറക്ടർ ആയപ്പം ആ ചേട്ടനകത്ത് നായകനായിരുന്നു. വർഷങ്ങൾക്ക് മുമ്പ് ഒരു 17, ചേട്ടനെയൊക്കെ 19 വയസ്സ്. അവരത്രയും കൂട്ടായിട്ട് വന്ന് ഈ രഞ്ജിത്തേട്ടനെ പരിചയപ്പെടുത്തി കൊടുത്തു. ഇതെല്ലാം ചെയ്തിട്ട് ഇപ്പം അവസാനം ഈ ഫീൽഡിലുള്ളവർ തന്നെ ജയൻ ചേട്ടനെയും എന്റെ ചേട്ടനെയും തെറ്റിപ്പിരിഞ്ഞു. തെറ്റിപ്പിച്ചു. ഈ കൂട്ടിട്ട് തന്നെ തെറ്റിപ്പിച്ചു. അതിന്റെ പകുതി കാര്യങ്ങളല്ല, ഒരു 98%, 95% കാര്യങ്ങളും ജയൻ ചേട്ടൻ അറിയാം. ഈ സൗഹൃദങ്ങൾ കൂടിപ്പോയാലും പ്രശ്നമാണ് രോണു. സൗഹൃദങ്ങൾ കൂടിപ്പോയാൽ പ്രശ്നമാണെന്ന് അറിയില്ല, നിൽക്കേണ്ടടുത്ത് നിന്നാ കുഴപ്പമില്ല. ആദിത്യനും ഡോണും മക്കളുമായിട്ടുള്ള നിങ്ങളുടെ ഒരു കുടുംബത്തിൽ ഏറ്റവും വലിയ സന്തോഷമുള്ള നിമിഷങ്ങൾ ഉണ്ടായിരുന്നു. പിന്നീട് ചില വ്യക്തികൾ കയറി വന്നപ്പോഴല്ലേ പ്രശ്നങ്ങളായത്? തീർച്ചയായിട്ടും. ആ വ്യക്തിയെ പേഴ്സണലി വിളിച്ചിട്ടുണ്ടോ? ദൈവം ഇതെന്റെ കുടുംബം ഇല്ലാതാക്കല്ലേ എന്ന് പറഞ്ഞ് വിളിച്ചിട്ടുണ്ടോ രോണു? അപ്പൊ എന്താണ് തന്ന മറുപടി? എന്താണ്? അവക്ക് എന്ത് നഷ്ടപ്പെടാനാ? അവക്ക് എന്ത് നഷ്ടപ്പെടാനാ കുടുംബത്തില്? അവക്ക് അവളുടെ ആവശ്യമല്ലേ വലുത്. മറ്റൊരു പെണ്ണിന്റെ ലൈഫ് പോണതോ അതോ അതിൻ്റെ അകത്ത് അവളെ കുറ്റം പറയാൻ പറ്റില്ല. സൗഹൃദം ഉണ്ടാക്കുമ്പോ ഒരിക്കലും എന്റെ ഭർത്താവ് മോശമെന്നല്ല ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. കുറച്ച് സൗഹൃദം കൂടി പോവും. സാമ്പത്തിക സഹായം, ഇന്നും ഒരു പേരുണ്ട്. ഇപ്പൊ തൽക്കാലം ഞാനത് വേണ്ട, സാമ്പത്തികം തന്നെ കൊണ്ടുപോയത്. ഈ സാമ്പത്തികം ഞാൻ അത് അറിഞ്ഞിട്ട് ഞാൻ ചോദിച്ചു, ഒന്നുമില്ലെങ്കിൽ എന്റെ ഭർത്താവിന്റെ പൈസ കൊണ്ടുപോയതല്ലേ, ചോദിക്കാൻ ബാധ്യതയാണ്, കൊണ്ടുപോയതാണ്. എനിക്ക് ഫീസിന്റെ കാര്യമൊക്കെ ഞാൻ ആരത്തും പോയിട്ട് എനിക്ക് വീട് വെച്ച് തന്നോ അത് ചോദിച്ചതാന്നോ ഒന്നുമല്ല ഞാൻ ചോദിച്ചത്. എന്റെ കുഞ്ഞുങ്ങൾക്ക് ഫീസ് കൊടുക്കണം. ഈ കൊണ്ടുപോയ പൈസ എന്ന് പറയുമ്പോൾ 1000-നും 2000-നും കണക്കാണോ, ലക്ഷങ്ങളാണോ? അതോ 1000 തുടങ്ങി ലക്ഷങ്ങളിൽ എത്തിയോ? ഇടയ്ക്ക് ചേട്ടൻ അങ്ങ് ഡൗൺ ആയി. അപ്പോഴും എന്റെ അടുത്ത് വീടിന്റെ കാര്യത്തിലുള്ള പണിയുടെയാണ്. അപ്പൊ ഞാൻ എപ്പോഴും തമാശ ചേട്ടൻ ആർക്കെങ്കിലും കൊണ്ട് കൊടുക്കുന്നുണ്ടോ എന്ന് ചോദിക്കും. കാരണം രോണു ചിന്തിക്കുമ്പോൾ ഒരു എമൗണ്ട് വരുന്നുണ്ട് സീരിയലിൽ നിന്ന്, പക്ഷെ ഇത് കയ്യിലില്ല, പകുതി ഇല്ല. അപ്പൊ വീടിന്റെ കാര്യം തുടങ്ങിയപ്പോ ഞാൻ വീട്ടിലെ ശരിയായിരിക്കും, എനിക്ക് ഞാൻ കണക്കൊക്കെ നോക്കൂല. കടയിൽ പോലും ചിലപ്പോൾ 100 രൂപ വെച്ച് ബാക്കി ചില്ലറ കൊടുക്കുമ്പോൾ ഞാൻ കാൽക്കുലേറ്റർ എടുത്തിട്ട് നോക്കും. എനിക്ക് അത്ര അറിയൂ പൈസ. അപ്പൊ ഇത് ഞാൻ ചോദിക്കും, ചേട്ടൻ കൃത്യം കണക്ക് തരികയും ചെയ്യും, പക്ഷെ അതല്ലാന്ന് എനിക്ക് മനസ്സിലാവുകയും ചെയ്തിട്ടുണ്ട്. വാങ്ങിച്ചവരും കൊടുത്തവരൊക്കെ എനിക്കറിയാം. ഇന്നിപ്പം കണക്കുകൾ നോക്കുമ്പോൾ, നോക്കിയിട്ടുണ്ടില്ലെന്ന് പറയാൻ പറ്റില്ല, ഇന്ന് എത്ര രൂപയോളം രോണുവിന് കിട്ടാനുണ്ട്? അങ്ങനെ ഞാൻ കണക്ക് അത്ര കൂട്ടി വെച്ചിട്ടില്ല. അതാണ്, കൊടുത്തിട്ടുണ്ടെന്ന് മനസ്സിലായി, എനിക്കറിയാം. കൊടുത്ത പൈസ ഒരു 5 ലക്ഷം രൂപയോളം കാണുമോ, അതോ അത് ഏറെയാണോ? അത്രയുണ്ട്. അവരൊക്കെ വിലസി നടക്കുകയല്ലേ. ഇതെല്ലാം കണ്ടുപിടിച്ചത് മരണശേഷമാണ്. ഈ രോണുവിന്റെ കുടുംബം ഇല്ലാതാക്കിയ വ്യക്തികൾ അല്ലെ ആളുകൾ ഇന്നും ഈ സീരിയൽ മേഖലകളിലുണ്ടോ? എല്ലാവരും ഉണ്ട്. എന്ത് കുഴപ്പം? എല്ലാവരും ഉണ്ട്. അങ്ങനെ ഇല്ലാതാക്കിയ വേറെ ആരെങ്കിലും ഇല്ല. വേറൊരു കുടുംബം, അത് കണക്കൊരു വേറൊരു ലേഡി തന്നെ, അവരുടെ കുടുംബം പഠിച്ചു പിരിഞ്ഞ് നിൽക്കുക. ദൈവം എന്നൊരു സാധനം ഉണ്ടല്ലോ, വിശ്വസിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും. ഞാൻ ആദ്യമൊക്കെ ദൈവത്തിനെ വിളിച്ചിട്ട് ഇങ്ങനെയൊക്കെ പറയും, ഇങ്ങനെയൊക്കെ ചെയ്തല്ലോ ഒന്ന്. എന്റെ പൊന്നെ, എന്റെ ജീവിതം മാത്രം ഇങ്ങനെ പിന്നെ ആലോചിച്ചു, ദൈവം ഒന്ന് തീരുമാനിച്ചിട്ടുണ്ടാവുമല്ലോ, എനിക്കിങ്ങനെ വിഷമിക്കേണ്ടി വരും. ഒരു വിധി നാളെ ശരിയാവും.
ചിലപ്പോ ഇതൊക്കെ കഴിയുമ്പോ തന്നെ എന്തുകൊണ്ടല്ല ശരിയാവും. എങ്ങനെ വരുന്നത് സ്വീകരിക്കുക. ഇനി എന്ത് സംഭവിച്ചാലും എനിക്ക് എന്ത് വരുന്നോ ഞാനത് സ്വീകരിക്കും. കാരണം എനിക്ക് നമ്മള് മര്യാദക്ക് ജീവിച്ചായിരുന്നപ്പം എന്തെല്ലാം കേൾക്കുന്നു. ഈ മൂന്നാമതൊരാൾ ഇല്ലായിരുന്നെങ്കിൽ, ഉം. ഈ പറഞ്ഞ വ്യക്തികൾ നിങ്ങളുടെ കുടുംബത്തിൽ ഇല്ലായിരുന്നെങ്കിൽ ഉം. ഇന്നും സന്തോഷകരമായ ഒരു ജീവിതമായി പോകുമായിരുന്നോ? മേ ബി അങ്ങനെ സംഭവങ്ങളൊക്കെ വരുമായിരിക്കാം. ഞാൻ അങ്ങനെ ഒന്നും ചിന്തിച്ചിട്ടില്ല. ഇങ്ങനെ ഒരു വ്യക്തി വന്നില്ലായിരുന്നെങ്കിൽ അങ്ങനെയല്ല വരണമായിരുന്നായിരിക്കാം. ഒരു നിയോഗമായിരിക്കാം. അവിടെ ഭാര്യ എന്ന രോണുവിന് ഇന്ന് സംസാരിക്കാമായിരുന്നു കേട്ടോ. പൂർണ്ണമായിട്ട് ആയത്തിനെ കുറ്റം പറയാൻ പറ്റത്തില്ല. ഒരിക്കലുമില്ല. ഭാര്യയായ രോണുവിന് ഇന്ന് സംസാരിക്കാം. ഞാൻ സംസാരിച്ചു. ഇത് നമ്മുടെ കുടുംബമാണ്, നമ്മുടെ കാര്യങ്ങളാണ്, നമുക്ക് സംസാരിച്ച് തീർക്കാം. അതിനുശേഷം ഞാൻ സംസാരിച്ചതിന് ശേഷം പിന്നീട് കോണ്ടാക്ട് ചെയ്തു. പിന്നീട് കോണ്ടാക്ട് ചെയ്തെന്ന് പറഞ്ഞാൽ അത് എനിക്ക് പറയാം. ഒരു വേറെ ഡയറക്ടർ ഉണ്ട്, ഒരു ശ്രീജിത്ത് പല്ലേരി. അപ്പൊ പുള്ളി ഒരു സീരിയൽ നടിയോട് ഒരു ചില ആവശ്യങ്ങൾ ഉന്നയിച്ചു. അത് കോംപ്രമൈസ് ചെയ്യാൻ ആ നടി ഈ പറഞ്ഞ മറ്റേ വ്യക്തിയാണ് വിളിച്ചത്. അതെ, നമ്മളെ സുചിത്ര നായരനെ. ആ ഹെൽപ്പിന് അവളെ വിളിച്ചത് എൻ്റെ ചേട്ടനെ. എനിക്കത് പിടിച്ചില്ല. അങ്ങനെ പോയി. സിനിമയ്ക്കുള്ളൊരു കഥയുണ്ടല്ലോ രോണു. ഇത് ചേട്ടന് സപ്പോർട്ടായിട്ട് നിൽക്കുന്നതെന്ന് ചോദിച്ചില്ലേ? അതില് അജിൻ കഴിഞ്ഞ ഒരു ഇന്റർവ്യൂവിന് ചിലങ്കയുടെ ഇന്റർവ്യൂ എടുത്തില്ലേ? ചിലങ്കയൊക്കെ ഉണ്ടായ ഒരു അനുഭവം പറഞ്ഞു. ഡയറക്ടറിന്റെ പേര് വ്യക്തമാക്കിയിട്ടില്ലായിരുന്നു എന്നാണ് പറഞ്ഞിട്ടില്ല. സത്യത്തിൽ അത് സംഭവം ഉള്ളതാണ്. ആ കുട്ടി ഒരു ഈ ചിലങ്ക പറഞ്ഞ കാര്യം ഉള്ളതാണെന്ന് രോണുവിന് എങ്ങനെ അറിയാം? ആ ദിവസം അന്ന് പാക്കപ്പ് ദിവസമായിരുന്നു. ആ കുട്ടി അന്ന് സീരിയൽ നിർത്തിപ്പോകുന്ന ദിവസമായിരുന്നു. അന്നേ ദിവസം രാത്രി ഈ TS അജി എന്ന് പറഞ്ഞ സംവിധായകൻ എന്റെ ചേട്ടനെ വിളിച്ചു. ചേട്ടൻ അന്ന് ഈ ഫ്രട്ടേണിറ്റിയിലെ ഒരു ഭാരവാഹിയാണ് ആയിരുന്നു. അപ്പൊ അവര് ഹെൽപ്പിന് വേണ്ടി വിളിക്കുന്ന ചേട്ടനായിരുന്നു. ഇത് ഞാൻ അവിടെ കേൾക്കുകയാണ്. അപ്പോൾ ഉള്ള കാര്യങ്ങൾ മുതൽ ചേട്ടൻ അന്ന് അവിടെ ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞപ്പോൾ ചേട്ടൻ ഞാൻ പറഞ്ഞു, ഈ ഒരു വിഷയത്തിൽ ഇടപെട്ട ചേട്ടൻ മാറും. കാരണം ഒരു പെണ്ണെ തല്ലിയെങ്കിൽ, ഒരു ഡയറക്ടറെ തല്ലി, ഒരു ആർട്ടിസ്റ്റ് തല്ലിയെങ്കിൽ അതിന് തക്കതായ റീസൺ കാണും. അപ്പൊ ചേട്ടൻ ഇല്ലടി, അയാൾ അങ്ങനെ ഒരു മനുഷ്യനല്ല. കാരണം ആ രീതിയിലാണ് അവരുടെ ആ ഒരു സൗഹൃദം. അത്രമേൽ ബന്ധമായിരുന്നു. അപ്പൊ പിന്നെ സ്വാഭാവികമായിട്ട് ഈ പിണക്ക് ബാക്കി കാര്യങ്ങളൊക്കെ സംസാരിക്കാമല്ലോ. അന്ന് ഞാൻ പറയട്ടെ, ഇത് വിഷയമാവും വേണ്ടാന്ന് പറഞ്ഞിട്ട് ഇവരങ്ങ് ഒതുക്കി തീർത്തു. എന്നിട്ട് ആ പെങ്കൊച്ചിന് എന്ത് ആ പെങ്കൊച്ചിന് പഴി. അങ്ങനെ സംഭവിച്ചു. അന്നത്തെ ദിവസം ഷൂട്ടിംഗ് അഭിനയം നിർത്തി പോകുന്ന ദിവസമാണ് ഈ മനുഷ്യനെ എന്തോ മോശക്ക് ഭാഷയോ പറഞ്ഞു. അതിനാണ് അടി കൊടുത്തത്. ഒരു തെറ്റുമില്ല. അങ്ങനെ അടിക്കാൻ പറ്റുമോ? പറ്റണമല്ലോ. ഇപ്പം നമ്മൾ ഒരു സ്ത്രീയല്ലേ, മോശം കണ്ട പ്രതികരിക്കണം. അതിനിപ്പം ഫീൽഡ് നോക്കിയിട്ടൊന്നും കാര്യമില്ല. നമ്മളെ ചാൻസ് പോകുമെന്ന് വെച്ചിട്ടോ ഡയറക്ടറിനെ തല്ലിയ നമുക്ക് ഇവിടുന്ന് വരുമാനം മുട്ടുമെന്ന് വെച്ചിട്ട് കാര്യമില്ല. കൊടുക്കേണ്ടത് കൊടുക്കണം. ചിലങ്കയോട് ഇന്ന് രോണു തീർച്ചയായിട്ടും ഈ പറഞ്ഞതെല്ലാം രോണു സത്യമാണെന്ന് മനസ്സിലാണയിട്ട് പറയുമോ? തീർച്ചയായിട്ടും ഇവിടെയും പറയും. എനിക്കൊരു മടിയുമില്ല. ഒരു മടിയില്ല. കൂടെ നിന്ന് ചതിച്ച് നിങ്ങളുടെ കുടുംബത്തെ ഇല്ലാതാക്കിയ ആളുകൾ ഇന്ന് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എന്താണ് ക്യാമറയ്ക്ക് നോക്കി പറയാനുള്ളത്? നിങ്ങൾ ഇങ്ങനെ തന്നെ പോണം. ഇനിയും ഒരുപാട് കുടുംബങ്ങളുണ്ട്. നിങ്ങൾക്ക് നഷ്ടപ്പെടാനൊന്നുമില്ല. സന്തോഷമായിട്ട് ജീവിക്കണം.